നീ സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ട് ശീലമാവണം. എടാ, ഒന്നും സംഭവിക്കില്ല. പറ്റുമെങ്കിൽ ഞാനൊന്ന് ബെല്ലെ ഒന്ന് കാണാം. ശരി, കുഴപ്പമൊന്നും വരില്ലായിരിക്കും അല്ലേ? എന്റെ പൊന്നു നന്ദ, എത്ര പ്രാവശ്യം ഞാൻ പറയണം? ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ഫോൺ വെച്ചിട്ടേ അരുന്ധതി ചെന്ന് കണ്ടേ. ശരി. ദേവിക വന്നു എന്ന് തോന്നുന്നു. നമസ്കാരം എം എൽ എ. നമസ്കാരം മാഡം. വന്നിട്ട് കുറെ നേരമായോ? ഇരിക്കണം മാഡം. ദേ, ഇതൊരു പരാതിയാണ്. എന്റെ മകനെ കാണാനില്ല. അന്വേഷിച്ചു മടുത്തു. ഒരറിവുമില്ല. അവന്റെ കൂട്ടുകാർക്കും ഒന്നും അറിയില്ല. പോലീസ് കൈമലർത്തുന്നു. നാട്ടിലെങ്ങും ഇല്ലത്രേ. ഇനി ആശ്രയം എം എൽ എ ആണ്. എം എൽ എയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്തത് ഇനി ആരെ കാണണമെന്ന് തീരുമാനിക്കാൻ. മാഡം, ഞാൻ ഇപ്പൊ തന്നെ ഈ കേസിന്റെ പുറകിലുണ്ട്. ഋഷിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഡിവൈഎസ്പിയെ വിളിക്കുകയും വിഷയത്തിന്റെ പ്രാധാന്യം പറയുകയും ചെയ്തു. ഡിവൈഎസ്പി ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു. അദ്ദേഹം മിടുക്കനായ ഒരു ഓഫീസറാ. തീർച്ചയായും ഈ കേസിന് കൃത്യമായൊരു റിസൾട്ട് ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചോളാം. അയാളിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ഐസക്കുരുവിള ഒരുപാട് കേസൊക്കെ തെളിയിച്ച് നല്ല സർവീസ് റെക്കോർഡുള്ള ആളാ. എങ്കിൽ പിന്നെ ഇത്രയും ദിവസമായിട്ടും എന്റെ മകനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാത്തെന്താ? അയാളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നിർദ്ദേശം പോയിട്ടുണ്ടല്ലേ ഉടനെ ഒന്ന് കണ്ടുപിടിക്കണ്ടെന്ന്. നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടല്ലേ ഋഷി? അവൻ കാണാൻ മറയത്ത് നിൽക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. മാഡം, പ്ലീസ് ഈ രീതിയിൽ സംസാരിക്കരുത്. അരുന്ധതിയും കുടുംബവും തമ്മിൽ നല്ല ശത്രുതയിലാണ്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയുകയും ചെയ്യാം. നിങ്ങളുടെ വിഷമം ഞങ്ങൾക്കറിയാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേദന മാറട്ടെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാ അന്വേഷണം കൃത്യമായും വേഗത്തിലും നടക്കാൻ ഞങ്ങളും കൂടെ നിൽക്കുന്നത്. മാഡം, മാഡത്തിന് ഋഷി മകനാണ്. എനിക്കവനൊരു അനിയന്റെ സ്ഥാനത്താ. പഴയ വൈരാഗ്യം വെച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിവൈഎസ്പി കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഋഷി അന്വേഷിച്ച് കണ്ടെത്തും. അതല്ലെങ്കിൽ
അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരാൻ DGP കണ്ട് പറയും. ഹോം മിനിസ്ട്രിയും ശക്തമായി ഇടപെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള കള്ളങ്ങളല്ലേ MLA ഇതെല്ലാം. ഞാൻ മാഡത്തെ കുറ്റം പറയുന്നില്ല. മാഡത്തിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു പോകും. പക്ഷെ മാഡം, എന്നെക്കുറിച്ച് മാഡത്തിന് വ്യക്തമായിട്ട് അറിയാം. എനിക്കിപ്പോ എല്ലാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനിപ്പോ ഞാൻ ഉത്തരവാദിയല്ല. എന്റെ ഉള്ളിലെ ചിന്തകൾ കയ്യിലെടുത്ത് മാഡത്തെ കാണിച്ചു തരാനും പറ്റില്ല. മാഡം, ഇടയ്ക്കിവിടെ നന്ദുവിന് അല്പം ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും നന്ദുവിന് ആരോഗ്യം തിരിച്ചു വരുന്നതിനോടൊപ്പം ഋഷിയെ മാഡത്തിന് തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതാ ഞാൻ. ദാ അമ്മ. ഋഷിയെ കാണാതായപ്പോ അമ്മയ്ക്കും വിഷമമായി. അമ്മയെ ഋഷി അവഹേളിച്ചതൊക്കെ മറന്നു. ഋഷി തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വന്നിട്ടും ഇവിടെ അമ്മയോട് വൈരാഗ്യം തീർക്കാൻ വന്ന ഞങ്ങള് നിയമപരമായിട്ട് നേരിടുകയും ചെയ്യും. പക്ഷേ ഋഷി തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് ശത്രുതയില്ല മാഡം. അരുന്ധതയെ ഞാനും വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ ദേവിക പറഞ്ഞ പോലെ സമയവും സന്ദർഭവും കൊണ്ട് മാത്രമേ ശത്രുത കാണിക്കൂ. മാഡം സമാധാനായിട്ട് പോവൂ. എന്റെ വാക്കാ. ഞാൻ ഋഷിയെ കണ്ടുപിടിക്കാൻ വേണ്ടി 100% സത്യസന്ധമായിട്ട് കൂടെ ഉണ്ടാവും. നീ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? പറഞ്ഞില്ലേ, വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്നുള്ളത് മാഡത്തിന്റെ ഇഷ്ടോ. ഞാനായിട്ട് പറഞ്ഞ് വിശ്വസിക്കണ്ട. ദേവിക പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും MLA എന്നതിന് പകരം ദേവിക എന്നെ പേര് വിളിച്ചല്ലോ, സന്തോഷായി. മാഡം ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞാൻ DYSP വിളിച്ചോളാം. ബാക്കി വേണ്ടതെല്ലാം ചെയ്യാം. ഒന്നോർത്ത സങ്കടം തോന്നും. അച്ഛനമ്മമാരെ ഒന്നും അറിയിക്കാതെ ഇങ്ങനെ നടക്കുന്ന മക്കൾ അവസാനം ഇതുപോലെ എന്തെങ്കിലും ആപത്തിലായിരിക്കും ചെന്നുപെടുക. ഋഷി എന്ത് സംഭവിച്ചാലും കണ്ടെത്തി കൊടുക്കണം അച്ഛാ. അതിപ്പോ എന്റെ കടമയാ. അല്ലേ അമ്മേ? അതെ. പാവം മാഡം, അത്രയ്ക്ക് പേടി തട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വന്ന് കാണില്ല. മോൾ ആരെയെ വിളിക്കുന്നേ? ആ DYSP. എന്താ മോളെ കിട്ടുന്നില്ലേ? കോള് കട്ട് ചെയ്തോ? മെസ്സേജോ? മെസ്സേജ് ഉണ്ട്. ഐ മീൻ എ മീറ്റിംഗ്, കോൾ യു ബാക്ക്. ആ, പിന്നെ തിരിച്ചു വിളിച്ചോളും. അന്ന് DYSP വളരെ സീരിയസ് ആയിട്ടാണല്ലോ സംസാരിച്ചേ. ഞാൻ കരുതി 2 ദിവസത്തിനകം തന്നെ കേസിന് തുമ്പുണ്ടാക്കുമെന്ന്. എന്നിട്ടിപ്പോ അന്വേഷണം ഇങ്ങനെ എഴയാന്ന് വെച്ചാ അത് ശരിയല്ല.
കേസിന്റെ കാര്യം അതിന്റെ വഴിക്ക് നടക്കൂ. MLA-യുടെ ഇടപെടൽ ഇങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് വേണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേസന്വേഷണത്തിൽ ഒരു MLA ഇടപെടുന്നത് ശരിയാണോ? വാസ്തവത്തിൽ ഋഷിയെ കാണാതായത് നമുക്കൊക്കെ വിഷമോ. എന്തായാലും നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. DYSPയെ വീട്ടിൽ വിളിച്ചു വരുത്തി തന്നെ നിർദ്ദേശം കൊടുത്തു. സിദ്ധു ഇടപെട്ടു. ഇനിയൊക്കെ പോലീസിന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. അവര് ശരിയായ അന്വേഷണം നടത്തി അരുന്ധതിയോട് കാര്യം പറഞ്ഞു. അതിനിടയിൽ നമ്മള് ഓവർ സ്മാർട്ട് ആവുന്നത് എന്തിനാ? ഓവർ സ്മാർട്ടോ? അമ്മ എന്തേ പറയുന്നേ? അന്വേഷണത്തിൽ ഇടപെടുന്നതല്ലമ്മേ, അന്വേഷണം ഊർജിതമാക്കാൻ പറയുന്നതാ. അതെ, അതിന്റെ ആവശ്യം എന്തിനാ? വെറുതെ ഓരോ അഭിപ്രായം പറഞ്ഞ് പോലീസുകാരെ വെറുപ്പിക്കണ്ട. താൻ എന്താ ഈ പറയുന്നത്? അവർക്ക് വെറുപ്പും ദേഷ്യവും തോന്നുന്നു കരുതി മിണ്ടാതിരിക്കാൻ പറ്റുമോ? MLA എന്ന് പറയുമ്പോൾ ഇതുപോലെ നീതി കിട്ടാത്തവർക്ക് വേണ്ടി ഇടപെടുന്ന ആളാ. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കണം. ഇതുപോലുള്ള ആവശ്യങ്ങൾ ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്. ആ നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ പറഞ്ഞത് കേട്ടോ നന്ദു? ഋഷിയുടെ കാര്യത്തില് ഞാനായിട്ട് ഇടപെടണ്ടെന്ന്. നന്ദു എന്ത് പറയുന്നു? അല്ല, അത് അത് ശരി, നന്ദു ഇവിടെ ഒന്നും അല്ലേ? എന്താടാ, എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വേണോ MLA തീരുമാനം എടുക്കാൻ? DYSP വൈകാതെ വിളിക്കും. അല്ലെങ്കിൽ മോളായിട്ട് അങ്ങയുടെ ഓഫീസിൽ പോയി കാണണം. നന്ദു എന്തോന്നും പറയാത്തെ? അല്ല, അമ്മ പറഞ്ഞ ശരി. നമ്മളിനി ഇതില് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ശരി, നമ്മളോടുള്ള ഋഷിയുടെ വിരോധം മാറ്റിവെക്കാം. ഒരു മനുഷ്യജീവനല്ലേ? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കണ്ടേ? ദേവികെ, അന്വേഷണം നടക്കുകയല്ലേ, അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. താനെന്തിനാ തടസ്സം നിൽക്കുന്നത്? നമ്മൾ കാരണമല്ലല്ലോ ഋഷിയെ കാണാതായത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിതിൽ സജീവമായി ഇടപെട്ട് ഋഷിയെ കണ്ടെത്തണമെന്ന് പറയുന്നത്. ഒന്ന്, ദേവിക ജനപ്രതിനിധിയാണ്. മണ്ഡലത്തിലെ പൊതുജനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടണം. രണ്ട്, നമ്മൾ മാറി നിന്ന നമ്മളെ ആയിരിക്കും വെറുതെ സംശയിക്കാൻ പോകുന്നത്. അതിന് ഇട കൊടുക്കണോ? എന്തായാലും MLA എന്ന നിലയിൽ ഈ കാര്യത്തിൽ എനിക്ക് ഇടപെട്ടേ പറ്റൂ. പ്രഭയ്ക്ക് എന്താ പറ്റിയത്? അരുന്ധതിയോടുള്ള ശത്രുത ഇനിയും മാറിയിട്ടില്ലേ? ഈ ഒരു അവസ്ഥയിൽ ആരോടായാലും അങ്ങനെയൊക്കെ ചിന്തിക്കാമോ? അതുകൊണ്ടല്ല സിദ്ധു. ഏത് കൊണ്ടായാലും ശരി, MLA അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റൂ. താനൊരു കോഫി എടുത്തേ. എന്താടാ, നിനക്ക് സുഖമില്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല അച്ഛാ.
മാഡം, സത്യം പറഞ്ഞ ഈ പോക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലേ? ഇങ്ങനെ ഉഴപ്പിയൊരു നടപടിയാണോ ദേവിയുടെ ഭാഗത്തുനിന്ന് വേണ്ടിയിരുന്നത്? അതെ, ഞാൻ പറഞ്ഞതില്ലേ, അങ്ങോട്ട് പോകണ്ടായിരുന്നു മാഡം. അവളെ ഇവിടെ വരുത്തണമായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മാഡത്തെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുമായിരുന്നില്ല. കാരണം എന്താണെന്നറിയൂ? അവിടെ ആത്മാവിന്റെ... ത്യാഗരാജ, സോറി മാഡം. പ്രഭാവതി എങ്ങനെയായിരുന്നു? പ്രഭാവതിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദേവിക പിന്നെയാ വന്നത്, സിദ്ധാർത്ഥനും. മാഡം, ദേവികയിൽ നിന്ന് ഒരു സഹായവും സഹകരണവും പ്രതീക്ഷിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറഞ്ഞേ? അല്ല, അത് പിന്നെ ഈ തല്ലരുത് മാഡം. ത്യാഗരാജൻ എന്താ പറഞ്ഞത്? അവൾ എന്നെ സഹായിക്കില്ലെന്നോ? വേണ്ട, സഹായിക്കണ്ട. അവൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ അടുത്തത് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മാഡം, ഇത് മാഡത്തിന്റെ മകന്റെ കാര്യമാണ്. അതുപോലെ ഈ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ഇത് വിട്ടുകൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തൊക്കെയോ ദുരൂഹതകൾ ആ വീടുമായും നന്ദനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ദേവിക പറഞ്ഞ സമയം വരെ നമുക്ക് കാത്തിരിക്കാം. എന്നിട്ടടുത്ത നീക്കങ്ങൾ നടത്താം. അതിനിടയിൽ നിങ്ങൾ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഹലോ മാഡം. സർ, ഋഷിയുടെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം എന്തായി? നടക്കുന്നുണ്ട് മാഡം. അയാൾ സ്റ്റേറ്റ് വിട്ടു പോയിട്ടുണ്ടെന്നാണ് എന്റെ നിഗമനം. എന്ത് ബേസ് വെച്ചിട്ടാ സാറിന്റെ നിഗമനം? അന്വേഷണത്തിന്റെ നിലവിലെ അവസ്ഥ എന്താ? ആദ്യത്തെ ഒരു ദിവസം എന്നോട് കാര്യങ്ങൾ അറിയിച്ചതല്ലാതെ പിന്നീട് എന്നെ ബന്ധപ്പെട്ടിട്ടേയില്ല. അപ്ഡേറ്റ്സ് ഒന്നും തരാറില്ല. അന്വേഷണമൊക്കെ സജീവമാണ് മാഡം. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് ഞാൻ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സജീവമാണെങ്കിൽ ആ ഋഷിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരേണ്ടി വരുമായിരുന്നോ? എന്താ മാഡം? അരുന്ധതി മാഡം എന്നെ കാണാൻ വന്നിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. മാഡം, ഞാൻ പറഞ്ഞില്ലേ, ആ ഋഷി ഒരു ക്രിമിനലാണ്. മാഡത്തിന്റെ വീട്ടുകാരോട് തന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചതെന്നുള്ളത് അറിയില്ലേ? എന്റെ വീട്ടുകാരോട് കാണിച്ചതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ മാഡം പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഋഷിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ വിഷയം ഞാൻ നിയമസഭയിൽ എത്തിക്കും. മോളെ, നീ വന്നേ. ആ സാർ, ഞാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത. പറയണം സാർ. എന്താ സാർ ഈ വിഷയത്തിൽ താങ്കൾ തണുത്ത നിലപാട് സ്വീകരിക്കുന്നത്? അന്ന് വീട്ടിൽ വന്നപ്പോൾ ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണല്ലോ. ദേവിക പറയുന്നത് പോലെ പുറത്തുനിന്ന് എന്തെങ്കിലും പ്രഷറുണ്ടോ? സാറിന് എന്നെ അറിയില്ലേ? അങ്ങനെ ആർക്കെങ്കിലും എന്നെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് എനിക്ക് സംശയം. കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന ആളാണല്ലോ താങ്കൾ. പക്ഷേ ഈ കേസിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ അത്ര ഊർജ്ജസ്വലമായി കാണുന്നില്ല. സർ, ഋഷി സ്റ്റേറ്റ് വിട്ടതായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഏതായാലും അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ പയ്യനെ കണ്ടെത്തണം ഗുരുവിള. ഓക്കെ സർ. എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, നമുക്ക് കാണാം. ഓക്കെ സർ. അയാള് അത്രയ്ക്ക് എഫിഷ്യന്റ് അല്ലാന്ന് തോന്നുന്നു.
ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അന്വേഷിച്ച ഏത് കേസുകളും കൃത്യമായി തെളിയിച്ച ആളാ കുരുവിള. കേസ് ഫ്രെയിം ചെയ്യുന്ന തന്നെ പ്രത്യേക രീതിയിലാ. പിന്നെന്താ അച്ഛാ ഈ കേസിൽ ഇങ്ങനെ? അരുന്ധതി മാഡം പറഞ്ഞതുപോലെ ആരുടെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ? ഏയ് അങ്ങനെ ഒന്നിലും വഴയും കൊടുക്കുന്ന ആളല്ല. പണം കൊണ്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചൊരു MLA തന്നെ നാണം കെടുത്തിയ ചരിത്രമുണ്ട് കുരുവിളയ്ക്ക്. നമുക്ക് നോക്കാം.